എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 84 ശ്ലോകം 38 മുതല് 45 വരെ 8 ശ്ലോകങ്ങൾ. അവന് വസുദേവരുടെ ചോദ്യത്തിന് നാരദ മഹർഷി മറുപടി പറയണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതാ പറഞ്ഞു കൊടുക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. വിത്തേഷണാം യജ്ഞദാനേ ഗൃഹേർദാരസുദേഷണാം ആത്മലോകേഷണാം ദേവ കാലേന വിസൃജേൽബുധ ഗ്രാമേ ത്യക്തേഷണാ സർവേ യയുർധീരാ തപോവനം. ഈശ്വരാർപ്പണ ബുദ്ധ്യ കർമ്മം ചെയ്യുന്നത് കൊണ്ട് കർമ്മബന്ധമില്ലാതെ ആവുന്നുണ്ട്. എങ്കിലും വിഷയങ്ങളിലുള്ള ആശകൾ തീരെ നശിക്കാഞ്ഞാൽ അത് പിന്നെയും ജനന മരണങ്ങൾക്ക് പാത്രീഭവിപ്പിക്കും. അതുകൊണ്ട് വിഷയാശകളെ വേരോടെ നശിപ്പിക്കാൻ ഉള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി. ധനാശ, സുതദാരാശ, സ്വർഗാദിലോകാശ, ഇങ്ങനെ 3 വിധ ആശകളിൽ മറ്റുള്ള ആശകളെ എല്ലാം ഉൾപ്പെടുത്തിയത് കൊണ്ട് അവയെ ജയിക്കേണ്ട ക്രമം, ആ ക്രമപ്രകാരമാണ് പറയുന്നത്. ധനത്തിന്റെ ഉപയോഗം യാഗദാനാദികൾ ചെയ്യുക എന്നുള്ളതാണ്. ധനം കൊണ്ട് ഈ വക പ്രവൃത്തികളൊക്കെ ചെയ്ത് ധനത്തിലുള്ള ആശയെ അറിവുള്ളവൻ ഉപേക്ഷിക്കണം. വിവേകത്താൽ ധനാശ ത്യജിക്കാൻ സാധിക്കാത്തവന് യാഗദാനാദികൾക്ക് ചെലവ് ചെയ്യാൻ സന്മനസ്സുണ്ടാവില്ല. അപ്പൊ അവിടെ പിശുക്കും, വേണ്ട പോലെ ഒന്നും ചെയ്യില്ല. അപ്പൊ എന്താ, സമ്പൂർണ്ണ മനസ്സില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങള് സൽഫലജനകങ്ങളാവില്ല. അതുകൊണ്ട് ധനാശ വെടിഞ്ഞു തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോ വിത്തേഷണ നശിക്കും. ഗൃഹോചിതങ്ങളായ സുഖങ്ങൾ അനുഭവിച്ച് അവയിലുള്ള വിരസത അനുഭവിച്ചറിഞ്ഞ് ആ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. ആരംഭത്തില് അമൃതവും പരിണാമത്തിൽ വിഷവും എന്ന പോലെയാണ് വിഷയേന്ദ്രിയ സംയോഗജന്യ സുഖം എന്ന് മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് ആ മാതിരി സുഖാശ പരിത്യജിക്കണം. മരിച്ചതിന് ശേഷം സ്വർഗാദി ലോകത്തെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തെ, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യും അല്ലെ ഓരോരുത്തര്. അപ്പൊ ആ സ്വർഗാദി ലോകവും നശിക്കുന്നതാണെന്ന പരമാർത്ഥ ജ്ഞാനത്താൽ അതും ഉപേക്ഷിക്കണം. കർമ്മത്താൽ സിദ്ധിച്ച ഈ ദേഹവും ലോകവും എന്ന പോലെ പുണ്യകർമ്മത്താൽ ലഭിക്കുന്ന സ്വർഗാദി ലോകവും നശിക്കും. ഇത് മനസ്സിലാക്കുമ്പോ ലോകേഷണയും നശിക്കും. മഹർഷി പറയാണ്, ഹേ വസുദേവ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള ഔത്സുക്യത്തെ അവയുടെ അനുഭവം കൊണ്ടും ശാസ്ത്രവിശ്വാസം കൊണ്ടും ഉപേക്ഷിച്ചാൽ പിന്നെ ആ വിഷയങ്ങളില് ആശ ഉണ്ടാവില്ല. ധീരന്മാരായ വിദ്വാൻമാര് സകല വിഷയാശകളും ഉപേക്ഷിച്ച് തപോവനത്തെ പ്രാപിച്ച് വൈരാഗ്യം അഭ്യസിക്കുന്നത് സദാചാരമാകുന്നു. ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യേനപുത്രേസ്താനി അനിസ്തീര്യ ത്യജൻപതേൽ. ഹേ പ്രഭോ വസുദേവ, ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കുമുള്ള 3 വിധ കടങ്ങളോടുകൂടി ദ്വിജൻ ജനിക്കണം. ഈ കടങ്ങൾ തീർക്കേണ്ടത് ആ ദ്വിജന്റെ കടമയാണ്, മുറയാണ്. അതുകൊണ്ട് ദ്വിജൻ അത് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കർമ്മങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഗൃഹത്തെ ഉപേക്ഷിക്കാൻ പാടുള്ളൂ. യാഗങ്ങൾ കൊണ്ട് ദേവന്മാരുടെയും അധ്യയനം കൊണ്ട് ഋഷികളുടെയും പുത്രോത്പാദനം കൊണ്ട് പിതൃക്കളുടെയും കടം തീർക്കാതെ പെട്ടെന്ന് സകലവും ഉപേക്ഷിക്കുന്നവൻ ഉത്ഗതിയെ പ്രാപിക്കില്ല എന്ന് തന്നെയല്ല, അധപ്പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം എന്നീ സ്ഥാനങ്ങളെ ആശ്രയിച്ച് അധ്യയനം, യജ്ഞം, പുത്രോത്പാദനം എന്നീ ധർമ്മങ്ങളെ അനുഷ്ഠിച്ച ശേഷം ഉപേക്ഷിക്കുന്നതാണ് ക്രമമാർഗം. ഇത് തന്നെയാണ് സദാചാരം. ഈ മാർഗത്തില് അപായവും ഇല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് കർമ്മയോഗത്തിലുള്ള സൗകര്യം. അങ്ങനെ ക്രമേണ
വിരക്തി സമ്പാദിക്കാതെ പെട്ടെന്ന് പരിത്യജിക്കുന്നത് കൊണ്ട് അധർമ്മത്തില് ആസക്തി ഉണ്ടാവാൻ ഇടവന്നേക്കാം. അതുകൊണ്ട് കർമ്മങ്ങളുടെ ഉപേക്ഷ കൊണ്ട് മാത്രം പുരുഷൻ മുക്തനായിട്ട് ഭവിക്കണില്ല എന്ന് സകല ശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നു. ആ ക്രമം അനുസരിച്ച് തന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം ഇതൊക്കെ കഴിഞ്ഞ് പുത്രോത്പാദനം ഇതൊക്കെ കഴിഞ്ഞ് മാത്രമേ ഗൃഹം ഉപേക്ഷിച്ച് തപസ്സിനായിട്ട് പോകാൻ പാടുള്ളൂ. കടമകൾ ചെയ്യണം. ഒരു ഗൃഹസ്ഥനായ ഗൃഹസ്ഥന് ചില കടമകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേണ്ട പോലെ ചെയ്തതിന് ശേഷം മാത്രമേ ഗൃഹം ഉപേക്ഷിക്കാൻ പാടുള്ളൂ. ത്വം തദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞേ ദേവർണമുന്മുച്യ നിർണോ ശരണോ ഭവ. ഹേ ബുദ്ധിമാനായ വസുദേവരെ, ഇപ്പോൾ അങ്ങ് ഋഷികടത്തിൽ നിന്നും പിതൃകടത്തിൽ നിന്നും മുക്തനായിട്ട് ഭവിച്ചിരിക്കുന്നു. ഇനി യാഗങ്ങൾ കൊണ്ടും ദേവകടവും തീർക്കണം. എന്നാൽ എല്ലാ കടവും തീർന്നു. അതിനുശേഷം ഗൃഹധർമ്മത്തെ ഉപേക്ഷിച്ചോളൂ. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ച സയദ്വാം പുത്രതാം ഗത. കർമ്മയോഗ സാരൊക്കെ ഉപദേശിച്ചതിന് ശേഷം ഭഗവാന്റെ പിതാവായിട്ട് വന്നില്ലേ വസുദേവര്, ആ ഭാഗ്യത്തിനെ കുറിച്ച് അഭിനന്ദിച്ചു പറയാണ്. ഹേ വസുദേവ, ഭവാൻ സകലലോക നിയന്താവായ ശ്രീഹരിയെ സർവോത്കൃഷ്ടയായ ഭക്തിയോടുകൂടി പൂജിച്ചിട്ടുണ്ട് നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ ആ പൂജാഫലം തരാൻ വേണ്ടിയിട്ടാണ് ആ ഭഗവാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നത്. ശ്രീശുക ഉവാച ഇതി തേഷാം വചശ്രുത്വാ വസുദേവോ മഹാമനാ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ ജ്ഞാനമ്യ പ്രസാദ്യച്ച. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഇങ്ങനെ മുനിമാര് പറഞ്ഞത് കേട്ടപ്പോ സന്തോഷായി വസുദേവര്. അങ്ങനെ സന്തോഷം കൊണ്ട് അശ്രുപൂർണമായ നയനങ്ങളോടെ ആ മഹർഷിമാരെ സാഷ്ടാംഗം നമസ്കരിച്ച് സന്തോഷിപ്പിച്ചു. അങ്ങനെ ദേവകടം തീർക്കാൻ ഉപകരിക്കുന്ന ആ യാഗം തന്നെ കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങൾ തന്നെ ആചാര്യന്മാരായിട്ട് വരണമെന്ന് അവരോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരെ തന്നെ ഋത്വിക്കുകളായിട്ട് ഭരിച്ചു. തയേന ഋഷയോ രാജൻ വൃഥാ ധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഖൈ ഉത്തമകൽപകൈ. രാജാവേ, സ്വധർമ്മതൽപരനായിരിക്കുന്ന ആ വസുദേവനാൽ വരിക്കപ്പെട്ട ആ ഋഷികള് പുണ്യക്ഷേത്രമായ ആ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് തന്നെ ഉത്കൃഷ്ടങ്ങളായ യാഗങ്ങള് അദ്ദേഹത്തിനെ കൊണ്ട് കഴിപ്പിച്ചു. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയ പുഷ്കരസൃജ സ്നാദാസുവാസസോ രാജൻ രാജാന സുഷ്ഠലംകൃത. വസുദേവര് യാഗത്തിനായിട്ടുള്ള ദീക്ഷയിലേർപ്പെട്ടു. പരമസന്തോഷത്തോടെ വൃഷ്ണികൾ ആ സ്നാനാദി നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് താമരദളം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മാലയൊക്കെ അണിഞ്ഞു. ആ വസുദേവനോട് ഒരുമിച്ചുണ്ടായിരുന്ന രാജാക്കന്മാരും ഹേ രാജാവേ, നല്ല വസ്ത്രങ്ങള് അലങ്കാരങ്ങൾ കൊണ്ട് ശോഭിച്ചവരായിട്ട് എല്ലാവരും യാഗശാലയിലേക്ക് വന്നു ചേർന്നു. തന്മഹിഷ്യശ്ചമുദിതാഹ നിഷ്കകണ്ഠ്യസുവാസസ ദീക്ഷാശാലാമുപാജഗ്മു ആലിപ്ത വസ്തുപാണയ. വസുദേവ ഭാര്യമാരും വളരെ സന്തോഷത്തോടുകൂടി, എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും വളരെ സന്തുഷ്ടകളായി നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് വിശേഷ അലങ്കാരങ്ങൾ ആയിട്ടുള്ള ആഭരണങ്ങളോട് കൂടിയിട്ട് അതെല്ലാം ധരിച്ചിട്ടാണ് ആ യാഗശാലയിലേക്ക് വന്നത്. ചന്ദനം, കുങ്കുമം മുതലായിട്ടുള്ള കുറുക്കൂട്ടുകളൊക്കെ പൂശി പൂജാസാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അവരെല്ലാവരും സർവാഭരണഭൂഷിതരായി യാഗശാലയിലേക്ക് വന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.